ആ സൃഷ്ടാവിനെ തിരിച്ചറിയലാണ്. അത് അള്ളാഹു വളരെ കൃത്യമായി വ്യക്തമാക്കി. ആ നാഥൻ അവൻ ഏകനാണ്, എല്ലാ അർത്ഥത്തിലും അവൻ ഏകനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഏകത്വത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കാതിരിക്കുമ്പോഴേ മനുഷ്യൻ ആ ദൈവത്തെ കൃത്യമായി ഉൾക്കൊള്ളുന്നവനായി തീരുകയുള്ളൂ. പോലെ എന്ന മിസ്ല എന്ന സമാനമായ ഒരു പദം പറയപ്പെടാൻ പാടില്ലാത്ത വിധം സൃഷ്ടിജാലങ്ങളിൽ നിന്ന് സമ്പൂർണമായി വ്യത്യസ്തനാകുന്നു ആ ദൈവം, ആ നാഥൻ എന്നതാണ് അടിസ്ഥാനപരമായി ഒരു വിശ്വാസി തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സൃഷ്ടികളായ സകല വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ആശ്രയത്വം ആവശ്യമുള്ളവരാണ്. ഒരു മനുഷ്യ ദൈവമായി പരിഗണിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തി, അയാൾക്ക് രോഗമായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അയാൾക്ക് മരുന്ന് കിട്ടണം, അയാൾക്ക് ചികിത്സ ലഭിക്കണം, ഡോക്ടറുടെ ആശ്രിതത്വം അയാൾക്ക് ആവശ്യമാണ്. അയാൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ തന്റെ ബന്ധുക്കളുടെ മക്കളുടെ പരസഹായം ആവശ്യമായി വരും. ആശ്രിതത്വം സൃഷ്ടിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രത്യേകത, സൃഷ്ടാവിന്റെ പ്രത്യേകത, അല്ലാഹു സമദ്, അവൻ മറ്റൊരാളുടെയും ആശ്രയമില്ലാത്തവനാണ്. അതുപോലെ തന്നെ സൃഷ്ടിയായ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജന്മസ്ഥലമുണ്ടാകും, ജന്മനാളുകൾ ഉണ്ടാകും. അവർ ജനിക്കുന്നതിന് മുമ്പും ഈ ലോകമുണ്ട്, അവരുടെ മരണശേഷവും ഈ ലോകമുണ്ട്. അതുകൊണ്ട് ജനിക്കുക എന്നതും മരിക്കുക എന്നതും സൃഷ്ടിയുടെ പ്രത്യേകതയാണ്. ജന്മസ്ഥലം ഉണ്ടാവുക എന്നത് സൃഷ്ടിയുടെ പ്രത്യേകതയാണ്. ലം യലദ് വലം യൂലദ്, സൃഷ്ടാവായ പ്രപഞ്ചത്തിന്റെ നിയന്താവായ ശക്തിയുടെ പ്രത്യേകത അവൻ ജാതനല്ല, ജനകനുമല്ല. അഥവാ അവൻ ജനിപ്പിക്കുന്നവനല്ല, അവൻ സന്താനമായി ജനിക്കുന്നവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി യാതൊന്നുമില്ല. എത്ര സരളവും എത്ര ലളിതവുമാണ് ഈ പ്രപഞ്ച സത്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ നാഥനെ അറിയുന്നതിൽ, ആ സൃഷ്ടാവിനെ മനസ്സിലാക്കുന്നതിൽ മനുഷ്യൻ പരാജയപ്പെട്ടതാണ്. മതത്തിന്റെ പേരിൽ ചൂഷണങ്ങൾ ഉണ്ടാകാൻ കാരണം, തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഉണ്ടാകാൻ കാരണം, ആത്മീയതയുടെ പേരിൽ ആത്മീയതയുടെ കച്ചവടം ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് സരളവും ലളിതവുമായ ദൈവവിശ്വാസം, ഏകദൈവ ആരാധനയുടെ സന്ദേശം ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു. അന്ത്യനാൾ വരെയുള്ള മനുഷ്യരെ വിശ്വാസ രംഗത്തുള്ള സകല ചൂഷണങ്ങളിൽ നിന്നും മുക്തമാകുന്ന കൃത്യമായ ഏകദൈവ സിദ്ധാന്തം, ഈ വിശ്വാസ പ്രമാണം മുറുകെ പിടിക്കുമ്പോൾ ഒരു മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും സമാധാനമുള്ളവനായി തീരുന്നു. തന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതോടുകൂടി മാനസികമായി അവൻ സമാധാനവും സംതൃപ്തിയും നേടുന്നവനാകുന്നു.